അമ്മയോട് ഈ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലം വരെ പോകട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഇവളുണ്ട്. ഇവളാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലാണ്. ഈ ഡ്രസ്സിന് ഏത് ചെരുപ്പിടുന്നു ആണ്. ഞാനൊരു വിധത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ചങ്ങരംകുളത്ത് എത്തിയപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ദാഹം. അല്ലെങ്കിലും ഇങ്ങനത്തെ ഫ്രഷ് കരിമ്പ് ജ്യൂസ് കിട്ടുന്ന കടയൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ദാഹമാണ് ഗൈസ്. അങ്ങനെ എന്നാൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ചെല്ലുന്ന പരിപാടി അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയ്ക്കാണ് വന്നിട്ടുള്ളത്. വ്യാഴാഴ്ച സ്റ്റുഡിയോയിൽ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഡേയ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഉണ്ടാവും. അങ്ങനെ ചെന്ന പടം ഒരു മിറർ വീഡിയോ എടുത്തിട്ട് തന്നെ തുടങ്ങി കേട്ടോ. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം വൈറ്റ് ഇട്ടു, പിന്നെ ഈ പൂവുള്ള ഷർട്ട് ഇട്ടു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പട്ടിഷോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, പാവം കുട്ടികളല്ലേ, വിട്ടേക്കും. അങ്ങനെ ഒരുവിധം എനിക്കുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടാണ് തപ്പുന്നത്. ഓരോന്നോരോന്നായിട്ട് കുട്ടി സെലക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു ഐറ്റം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. ജസ്റ്റ് 299 ഉള്ളൂ. അപ്പോൾ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വെച്ച് നോക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോഴും അവളുടെ മിറർ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ എത്തി ഇത് ഇട്ട് നോക്കിയപ്പോൾ ഹരികൃഷ്ണൻസിലെ ലാലേട്ടനെയും മമ്മൂക്കേനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അതുപോലെ എന്തൊക്കെയോ കഥാപ്രസംഗത്തിന് പോകുന്ന ആളുകളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യാൻ പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ കണ്ടത്. ഇത് കണ്ട് ഇവിടെ കയറാതെ ഒന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെയാണ് അവസ്ഥ. അങ്ങനെ നമ്മളിതാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അവിടെ വന്നപ്പോൾ അവൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് മിറർ വീഡിയോ എടുക്കുകയാണ് കേസ്. കുട്ടിയുടെ ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോയിരുത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 1-2 എണ്ണമൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടോ. ട്രയലിങ്ങിൻ്റെ അവസാനം ഞാൻ അതിൽ നിന്നൊന്ന് വാങ്ങിച്ചു. അല്ലെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങാൻ വന്നിട്ട് ഇതുപോലെ അനാവശ്യ സാധനങ്ങൾ വാങ്ങി പോകുന്നത് എനിക്കൊരു ശീലമാണ്. അപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞു മിറർ കാണുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി പട്ടിഷോർക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുത്ത് മതിയായപ്പോൾ ഞാൻ പോയി. എന്നാലും അവൾക്ക് മതിയാവുന്നില്ല. അപ്പോഴാണ് കേട്ടോ അത് സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ ഇന്നലത്തെ മോക്ക് ഡ്രില്ലാണ് ഓർമ്മ വന്നത്. അങ്ങനെ ബില്ലടിക്കാൻ പോയപ്പോൾ നമുക്ക് അവിടെയും കുറച്ച് പോസ്റ്റൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ പോസ്റ്റിന് ശേഷം ഒരു നീണ്ട ബില്ലും അവർ കയ്യിൽ തന്നു. അതൊക്കെ അടച്ചിട്ട് നമ്മളിതാ അവിടെ നിന്ന് പോവാട്ടോ. ഒരു കൈ നിറയെ ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും കേസ്. പർച്ചേസിങ് കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം, അത് നിർബന്ധം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ബേക്കറിക്ക് പോയിട്ടോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ലേ, ഷവർമ തന്നെയാണ്. ഇവിടുത്തെ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഇവളാണെങ്കിലോ ഷവർമ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാട്ടോ കഴിക്കുന്നത്. അവളങ്ങനെ ആസ്വദിച്ച് കഴിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പച്ചക്കറി മേടിക്കാനാണ് പോയത്. നമ്മൾ ചങ്ങരംകുളത്തേക്ക് ബസ്സിനാണ് വന്നതെങ്കിലും ചങ്ങരംകുളത്ത് എത്തിയപ്പോൾ അച്ഛൻ്റെ സ്കൂട്ടി എടുത്തിട്ടായിരുന്നു കേട്ടോ നമ്മുടെ കറക്കം. അതുകൊണ്ട് തന്നെ ചങ്ങരംകുളത്ത് ഒരുവിധം എല്ലായിടത്തും നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബൈ.